പ്രിയ സഹോദരങ്ങളെ, ഇപ്പോൾ ഞാൻ നിങ്ങളുടെ മുൻപിൽ വന്നിരിക്കുന്ന ഓർത്തോ സഭയിൽ ഇപ്പോഴും വിളിച്ചു കൂവിക്കൊണ്ടിരിക്കുന്ന ഒരു കാര്യമാണ് തോമാസ് ശ്ലീഹായുടെ സിംഹാസനത്തിൽ ആരൂഢനായിരിക്കുന്ന കാതോലിക്ക. നല്ല കാര്യം. എന്നാൽ ഇനിയും ഞാൻ അതിനെക്കുറിച്ച് കൊണ്ട് പറയുന്നില്ല. ഓർത്തസഭയിലെ ഏതെങ്കിലും പരമദരിദ്രവാസിക്ക് തോമാസ് ശ്ലീഹായുടെ സിംഹാസനം തോമാസ് ശ്ലീഹ ഓർത്തസഭയിലെ കാതോലിക്കയ്ക്ക് കൊടുത്തു ഏതെങ്കിലും ഒരു റെക്കോർഡ് കാണിക്കാമോ? എവിടെങ്കിലും? എന്തു വേണ്ട, തോമാസ് ശ്ലീഹ വരുന്ന സമയത്ത് ഓർത്തസഭ സ്ഥാപിച്ചോ? ഇല്ല. അത് കഴിഞ്ഞ് എത്രയോ നാളുകൾക്ക് ശേഷമാണ് സഭ സ്ഥാപിച്ചത്, സഭയുണ്ടാക്കിയത്. അവിടെയും ഇന്നും പാത്രിയർക്കീസ് അവർ മാനിക്കുന്നില്ല. പാത്രിയർക്കീസ് ആദ്യമേ ഒരു മെത്രാനെ വായിച്ചതെന്ന് എൻ്റെ അറിവ്. ഇപ്പോൾ അതല്ല, ഞാനത് വീണ്ടും ഇന്നത്തെ ഫേസ്ബുക്കിലുണ്ട്, അത് ഞാനെടുത്ത് കാണിക്കാം. ഞാൻ ചോദിക്കുന്നത്, നിങ്ങൾക്ക് എന്തോൻ്റെ കഴപ്പാണ്? നിങ്ങൾ ദൈവത്തെയാണോ ആരാധിക്കാൻ ഉദ്ദേശിക്കുന്നത്, അതോ കാതോലിക്കയാണോ? തോമാസ് ശ്ലീഹ ആരായിരുന്നു? കൊലപാതക കേസിലെ മത്തായി മൂന്നാമനാരെ? അപ്പോൾ നിങ്ങൾ നാളെ ഇവനെ കയറ്റി ദാവീദിൻ്റെ സിംഹാസനത്തിൽ ഇരുത്തുമല്ലോ. കാരണം അത് ദൈവത്തിന് വേണ്ടി മാറ്റിവെച്ചിരിക്കുന്നതാണ്. ആ സ്ഥാനം പോലും ദൈവം പറഞ്ഞു കാതോലിക്കായി കൊടുത്തെന്ന് പറഞ്ഞ് നിങ്ങൾ അതും പറയുമല്ലോ. ദാവീദിൻ്റെ സിംഹാസനത്തിൽ ആരൂഢനായിരിക്കുന്ന ദാവീദ് ഇവിടെ വന്നിട്ടില്ല എങ്കിലും ഇമാജിനേഷൻ ഓർത്തസഭയുടെ എല്ലാം ഡോക്ടറേറ്റുള്ള പുരോഹിതന്മാരും മെത്രാന്മാരും അവരെല്ലാം പല പല പരിപാടികളിൽ ഏർപ്പെട്ടിരിക്കുകയാണ്. ചിലർ ഭവന സന്ദർശനം, ഭവന നിർമ്മാണം, എന്നിട്ട് പബ്ലിസിറ്റി. ഞാൻ ഇന്നത് ചെയ്തു. എന്തവാ? ആരുടെ കാശ? നിന്റെ സ്വന്തം അധ്വാന ഫലം കൊണ്ട് ആർക്കെങ്കിലും എന്തെങ്കിലും ചെയ്തു കൊടുത്തിട്ടുണ്ടെങ്കിൽ പറയടാ. അല്ലാതെ കാതോലിക്ക നെടുക നടന്ന് പിരിച്ചോണ്ട് വന്ന ചവൻ്റെ മണ്ട മെത്രാനായതിൻ്റെ വാർഷികം ആഘോഷിക്കും, കുറേ പാവം പിടിച്ച പെണ്ണുങ്ങളെ കെട്ടിക്കാമെന്നും പറഞ്ഞ് 10,000-15,000 രൂപ കൊടുക്കുമായിരിക്കും. എന്തിന്? എന്നിട്ട് അവർക്ക് ഗുണദോഷവും കൊടുക്കും. നിങ്ങൾ തമ്മിൽ യോജിക്കരുത്, പോയി പണി നോക്കാൻ പറയും. ഇന്ന് ഓർത്തസഭയിലെ കുടുംബങ്ങൾ കലഹിക്കൊണ്ടിരിക്കുകയാണ്. ഓർത്തസഭ പറഞ്ഞല്ലോ, ഓർത്തസഭയിലെ പെണ്ണുങ്ങളെ വീട്ടിലിരുത്താൻ സമ്മതിക്കത്തില്ല. മർത്തമറിയ സമാജം വാർഷിക മീറ്റിങ്, മന്ത്ലി മീറ്റിങ്, മന്ത്ലി അവർക്ക് വരുന്നുണ്ടോ ഇല്ലൊന്നും പരിശോധന എന്ന് വേണ്ട, എല്ലാം നടന്നുകൊണ്ടിരിക്കുക. ഓർത്തസഭയെ പോലെ പിശാചിൻ്റെ സന്ധികളായ പുരോഹിതവർഗമുള്ള വേറൊരു സഭയിലുമില്ല. ഇപ്പം ഞാൻ ഈ മന്മുഖായ ധൂവ കൂറ്റി വിശുദ്ധ പെണ്ണുങ്ങളെ പുരോഹിതന്മാരാക്കുന്നു. കാരണം ഞങ്ങൾക്ക് സ്ത്രീകളെ വിട്ടൊന്നും ജീവിക്കാൻ ഒക്കത്തില്ല. പുരോഹിതർ പറയുക അതാകുമ്പോഴേ അവരെ വിളിച്ചോണ്ട് അവർക്കും മുറിയുണ്ട് അരമനയിൽ. അങ്ങോട്ട് കയറി ചെന്ന് അവർ സ്വകാര്യ സംഭാഷണം നടത്തുന്നു പറഞ്ഞാൽ മതിയല്ലോ. ഹോട്ടലിലും അവിടെ ഇവിടെ കൊണ്ടുപോയിട്ട് കാര്യമില്ലല്ലോ. അഡ്ജസ്റ്റബിൾ ലൈഫ് പുരോഹിതവർഗത്തിൻ്റെ നടക്കട്ടെ. ഏതായാലും ഏതെങ്കിലും ഈ ഒരുപാട് വേണ്ട. ഫാദർ തോമസ് അമയിൽ തന്നെ പറയട്ടെ, തോമാസ് ശ്ലീഹ വന്ന് കാതോലിക്കയ്ക്ക് തൻ്റെ സിംഹാസനം കൊടുത്തേച്ചാ പോയതെന്ന് എവിടെ റെക്കോർഡുണ്ട്? ഏത് കാലത്താണ് തോമസ് സഭയിൽ ഓർത്തസഭ ഉണ്ടായത്? നിനക്കൊക്കെ നീയൊക്കെ ഡോക്ടറേറ്റ് എല്ലായിടത്തും വെച്ച് എഴുതിയിട്ടുണ്ടല്ലോ. ഒന്ന് പറ. ഇടവക ദിനമെന്ന് പറഞ്ഞാൽ എന്താ പാതറമയിലേ? അല്ലെ ഓർത്തോ സഭയെ ഇടവക ദിനമെന്ന് പറഞ്ഞാൽ എന്താണ്?
ഇടവക ദിനമെന്ന് പറഞ്ഞാൽ സഭയിൽ ഒരു ഇടവക സ്ഥാപിച്ച ദിവസം അന്ന് എന്തോ വേണ്ടത്? 3 കുർബാന ചോദിച്ചുകൊണ്ട് എന്തോ എടുക്കാനാ 3 കുർബാന? ഞാനിപ്പോൾ ചോദിക്കുക, ഈ 3 കുർബാന എന്താണ്? ഫാദർ അമയിൽ, ഡോക്ടർ തോമസ് അമയിൽ പറയണം ഈ 3 കുർബാന എന്താണെന്ന്. ചോടകൊണ്ട് പറഞ്ഞതാ. നിങ്ങൾ അവിടെ പല കാര്യങ്ങളും നടത്തുമെന്ന് ഞാൻ പറഞ്ഞുതരാം. ക്രിസ്തു ക്രൂശിൽ മരിച്ചു കഴിഞ്ഞപ്പോൾ യെരുശലേം ദേവാലയത്തിന് തിരശ്ശീല മുകളിൽ തൊട്ട് താഴോട്ട് കയറി. അതിൻ്റെ അർത്ഥം സ്വർഗം ഭൂമിയുമായിട്ടുള്ള ഇടയ്ക്കുള്ള ഒരു ഇത് മാറ്റിവെക്കുന്നു. മനുഷ്യർക്ക് നേരിട്ട് ദൈവമായിട്ട് സംസാരിക്കാം, അപേക്ഷിക്കാം. ഇന്ന് കുർബാനയിൽ നിങ്ങൾ നാടകം കളിക്കുന്നു. ഓരോ നാടകത്തിൻ്റെ ഓരോ ഇത് കഴിയുമ്പോഴും തിരശ്ശീല ഇടുന്ന പോലെ നിങ്ങൾ തിരശ്ശീല ഇട്ടും ഉടനെ ഒരുത്തം വന്ന് ധൂപക്കുറ്റി എടുത്തോണ്ട് തിരശ്ശീലയ്ക്ക് വെളിക്കൂടെ വന്ന് ഒരു ചുറ്റി കറങ്ങി ധൂപക്കുറ്റി വീശൻ. ഈ നാടകമൊക്കെ എന്താണെന്നൊന്ന് വിശദീകരിച്ച് തരാമോ? എന്താണ് ഈ കുർബാന സമയത്ത്? കുർബാന രാവിലെ മദ്ബഹായിൽ പുരോഹിതൻ കയറിയാൽ രാവിലെ തൊട്ട് പ്രഭാത നമസ്കാരത്തിന് സമയം തൊട്ട് തിരശ്ശീല തുറന്നു കിടക്കണം മദ്ബഹായുടെ. വിശ്വാസികൾ വന്നാൽ അവർക്ക് പ്രാർത്ഥിക്കണം. നിങ്ങളുടെ പ്രഭാത നമസ്കാരം നിങ്ങൾ പാട്ടും പാടി നിങ്ങൾ മൈക്കിൻ്റെ മുന്നിൽ ഒച്ചത്തിൽ വെച്ചുകൊണ്ടിരിക്കുമ്പോൾ വിശ്വാസികൾ വരുന്നവർക്ക് പ്രാർത്ഥിക്കണം. സ്വർഗത്തിലേക്ക് നോക്കി, അതായത് മദ്ബഹായിലേക്ക് നോക്കി. അത് തിരശ്ശീലിട്ട് അടച്ചു വയ്ക്കുകയല്ല വേണ്ടത്. അത് തന്നെയല്ല, ഉടനീളം കുർബാന അവസാനിക്കുന്നതിനും വരെ തിരശ്ശീലിടാൻ പാടില്ല. എന്താണ് അവിടെ സീക്രട്ട് നിങ്ങൾക്ക് കാണിക്കാനുള്ളത്? ഒന്ന് പറഞ്ഞേ. ദൈവം എന്തൊക്കെ സീക്രട്ടാണ് ശിഷ്യന്മാരിൽ നിന്ന് മറച്ചു വെച്ചത്? നീയൊക്കെ ഡ്രാമ കളിക്കുക വിശ്വാസികളെ വിദ്യാക്കാനായിട്ട്. ഈ കുർബാനയിൽ തന്നെ ഇന്ന മെത്രാപ്പോലിത്തായ്ക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു. ഇന്ന മെത്രാപ്പോലിത്ത നമ്മുടെ ശ്രേഷ്ഠ കാതോലിക്ക, കുന്തം കൊടച്ചക്കരം, ഇവരൊക്കെയാണോ കുർബാന? ഇതാണോ കുർബാന? കുർബാന നിങ്ങൾ പറയുന്നു യേശുവിൻ്റെ ജനനം തൊട്ട് മരണം ഉയർപ്പ് വരെയുള്ള കാര്യങ്ങൾ അവിടെ കാണിക്കുന്നു പറയുമ്പോൾ, ആചരിക്കുന്നു പറയുമ്പോൾ ഈ കള്ളന്മാരുടെ പേര് വിളിച്ച് പറയേണ്ട ആവശ്യം എന്തുവാ? അതിൻ്റെ ഇടയിൽ വിശ്വാസികളുടെ വിവാഹ വാർഷികവും ബർത്ത്ഡേ സെലിബ്രേഷൻ മദ്ബഹായിൽ നടത്തുന്നതിൻ്റെ കാര്യം എന്തുവാ? ഇതെല്ലാം നിങ്ങൾ കള്ളന്മാരെ പണമുണ്ടാക്കാൻ, ഈ 2 കാര്യം പണമുണ്ടാക്കാൻ വേണ്ടി ഇനിയും നിങ്ങൾ മേലിൽ മദ്ബഹായിൽ കേക്ക് വരെ വെച്ച് കട്ട് ചെയ്യും. വിശ്വാസികൾ പറയും ആ സമയത്ത് മദ്ബഹായിൽ കേക്ക് മുറിച്ച് ഞങ്ങൾക്ക് കൊടുത്തരണമെന്ന്. അത് നിങ്ങൾ ചെയ്യും. രോഗി ചുറ്റും വൈദ്യൻ വിധിച്ചതും പാല് വിശ്വാസികൾക്ക് വേണ്ടുന്നത് എന്താണെന്ന് പുരോഹിത വർഗത്തിനറിയാം. അതിനനുസരിച്ച് അവർ ഓരോ കാര്യങ്ങളും നടത്തുന്നു. വിശ്വാസികൾക്ക് സന്തോഷം. ഇന്നലെ ഒരു ദരിദ്രവാസി പറയുന്നുകൊണ്ട് ഒരു സോഷ്യൽ മീറ്റിംഗ്, ഇതൊക്കെ എപ്പോഴും ആവശ്യമാണ്. അവൻ്റെയൊക്കെ പെണ്ണുമ്പിള്ളമാരെ വീട്ടിൽ വെച്ച് അടയിരുത്തി വെച്ച് ഇവിടെ വന്ന് കണ്ടു സൂഹിക്കുക. നാട്ടുകാരുടെ പെണ്ണുങ്ങളെല്ലാം അവിടെ ഉണ്ട്, അണിഞ്ഞൊരുങ്ങി നേതാവായിട്ട് വന്ന് പറയുക ഇങ്ങനെയുള്ള കാര്യങ്ങൾ മുറയ്ക്കുണ്ടാകണം ദേവാലയങ്ങളിൽ. അവൻ്റെ ഈ പറഞ്ഞവൻ്റെ ഭാര്യ ഇവിടെ ആയിരുന്നു, അവളവിടെ ഉണ്ടോ? ഇല്ല. അപ്പം നിങ്ങൾ ചിന്തിച്ചോ എന്തോ ഇവൻ്റെയൊക്കെ ഉദ്ദേശം ദേവാലയത്തിൽ തന്നെ എന്നുള്ളത്. ഞാനിപ്പോൾ ഇത്രേ പറയുന്നുള്ളൂ.